കോട്ടയം പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി ആഘോഷം വ്യത്യസ്തമാണ്. 101 കാവടികൾ അണിനിരത്തിയുള്ള കാവടി ഘോഷയാത്രയാണ് പ്രത്യേകത. ഘോഷയാത്ര ആരംഭിച്ചു. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാടൊന്നാകെ അമ്പാടിയാകുന്ന കാഴ്ചയാണ് ഈ ജന്മാഷ്ടമി ദിനത്തിൽ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാമ്പാടി ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിലാണ്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആഘോഷമാണ്. നമുക്കറിയാം, മുരുക ക്ഷേത്രങ്ങളിലും മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം ഈ കാവടി ആഘോഷം കണ്ടിട്ടുണ്ട്. അഷ്ടമിരോഹിണി ദിനത്തിൽ ഈ ക്ഷേത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആഘോഷമാണ് കാവടി ആഘോഷം എന്ന് പറയുന്നത്. കാവടി എഴുന്നള്ളിപ്പ് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 101 കാവടികളുമായാണ് ഈ ആഘോഷം നടക്കുന്നത്. ഈ നാട്ടിലെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ കുട്ടികളുമെല്ലാം വലിയ രീതിയിൽ ഈ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാവടി എടുത്തുകൊണ്ട് ആഘോഷപൂർവ്വമാണ് അവർ ഈ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറയാം, നമുക്ക് പ്രായഭേദമില്ലാതെ വിവിധ പ്രായത്തിലുള്ള ആളുകളെല്ലാം തന്നെ ആഘോഷത്തോടു കൂടി ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിരിക്കുന്നു. ഇത്തരത്തിൽ 101 കാവടികളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 101 കാവടികളാണ് ഇവിടെ ഈ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എല്ലാ വർഷവും ഇത് നടന്നു വരുന്നുണ്ട് ഈ അഷ്ടമിരോഹിണി ദിനത്തിൽ. ചേട്ടാ, എങ്ങനെയാണ് ഇവിടെ ഈ നാട്ടിൽ മാത്രമാണല്ലോ ഇങ്ങനെ ഒരു കാവടി ആഘോഷം അഷ്ടമിരോഹിണി ദിനത്തിൽ? ഈ കാവടി വർഷങ്ങളായിട്ട് ഞങ്ങളുടെയൊക്കെ ഓർമ്മയ്ക്ക് തൊട്ട് മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ആചാരം തുറന്നു പോന്നിരുന്നു. അതിനെക്കുറിച്ച് കാരണങ്ങൾ നമ്മൾ തിരക്കിയപ്പോൾ കാര്യങ്ങൾ കൃത്യമായി നമുക്കും അതിന് ഉത്തരമില്ലായിരുന്നു. പക്ഷെ ഇവിടെ നടന്ന ദേവപ്രശ്നത്തിലൊക്കെ ഇതിനൊരു തടസ്സം അമ്മ കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഈ വർഷം കലശം നടക്കാൻ പോയാണ്. അടുത്ത വർഷം നന്നായി നടത്തുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഈ വർഷം വളരെ ഗംഭീരമായിട്ട് നടത്തിയത്. തീർച്ചയായിട്ടും നല്ല നയന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ അതിൽ നിന്ന് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, 101 കാവടികൾ അണിനിരന്നു കൊണ്ടുള്ള ഒരു ശോഭായാത്ര ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലുള്ള ചെറുവള്ളിക്കാവ് ദേവി ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ജന്മാഷ്ടമി ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ ശോഭായാത്ര നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സമയം മുമ്പ് ഗോപിക നൃത്തവും അതുപോലെ തന്നെ ഉറിയടിയുമെല്ലാം അതിമനോഹരമായി നടന്നിരുന്നു. കുട്ടികളെല്ലാം കൃഷ്ണവേഷത്തിലുമെല്ലാം അണിനിരന്നുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഗോപിക നൃത്തവും ഉറിയടിയും എല്ലാമാണ് അതിമനോഹരമായി ഇവിടെ ഇപ്പോൾ നടന്നത്. അതിനുശേഷമുള്ള ഇപ്പോൾ കാവടി ഘോഷയാത്രയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശോഭായാത്രയാണ്, വ്യത്യസ്ത ആചാരങ്ങളോട് കൂടിയുള്ള ഒരു ശോഭയാത്രയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്.